ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്കെയിൽ ഇന്ന് നമ്മുടെ സ്വന്തം വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റേജ് 1 പെർഫോമൻസ് കിറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ശാന്തമായി കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഇന്ന് നമ്മളെ വീട്ടിലെത്തിയപ്പോൾ ഫുള്ള് തിരക്ക് കൊഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അവളെ പരിചയപ്പെട്ടു. അത് നമ്മുടെ ലിസാപ്പി, എൻ്റെ പൊന്നോമനെയാണ്, പിറ്റ്ബുള്ളാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ ഒരു സ്റ്റേജ് 1 പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു പാക്കിൽ നമ്മൾ കൊണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇതാണ് റോക്കറ്റ് റോളേഴ്സാണ്. ഇത് നമ്മുടെ SR 150 ഉള്ളതാണ്, അതായത് പ്രീമിയം എഡീഷനാണ്. അപ്പോൾ SR 150 ഉള്ളതുകൊണ്ട് തന്നെ ഇത് 11.5 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതായത് സ്റ്റോക്ക് റോളേഴ്സ് പറയുമ്പോൾ ഏകദേശം 16 അല്ലെങ്കിൽ 18 ഗ്രാം ആ ഒരു ഇതിലാണ്. അതായത് SR 150 160 ആ ഒരു ഇതിൽ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഓരോ CCക്കും ഓരോ വെയിറ്റാവും റോളേഴ്സിൻ്റെ ഇത് വരിക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ റോക്കറ്റ് റോളേഴ്സ്. അതേപോലെ തന്നെ നമ്മുടെ RPM സ്പ്രിങ് ഉണ്ട്. പിന്നെ ഇത് പൗഡർ കോട്ടിങ് ഇതാണ്, അതുകൊണ്ടാണ് റെഡ് കളറ്. ഇതിൻ്റെ ഒറിജിനൽ കളറ് സിൽവർ കളർ. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞ്, അതായത് നമ്മൾ റിയർ പുള്ളിയിൽ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഇത് പോവും. ഇത് നമ്മൾ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഏത് വണ്ടിയുടെ എന്ന് കറക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡർ കോട്ടിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാൽ ഡബിൾ ഇയറിന് സ്പാർക്ക് പ്ലഗ് ആണ്. അത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ എല്ലാം വണ്ടിയുടെ ഉള്ളിലുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ഹൈലി പെർഫോമൻസ് തരുന്ന സാധനങ്ങളാണിത്. അതായത് ഒരു നോർമൽ രീതിയിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മൾ നോർമൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറയാറ്. ഇതിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം വരും. കാരണം നോർമലായിട്ടുള്ള ആൾക്കാർ ഫുള്ള് ഈ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി മനസ്സിലാവണം. അതായത് ചുമ്മാ വണ്ടിയുടെ ഇത് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ബാരലിൻ്റെ എക്സോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. റയർ പീസാണ് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ആകെ 10-15 പീസ് ഇറക്കിയിരുന്നുള്ളൂ. അതിൽ പകുതിയും സ്ക്രാപ്പായിട്ട് പോയി. ഇപ്പോൾ ഒറ്റ പീസൊറ്റേ ഉള്ളൂ തോന്നുന്നു. അതിതാ ഇതിലിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ റോളേഴ്സ് ഏകദേശം 11.5 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ 1000 RPMൻ്റെ സ്പ്രിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലിൽ നന്നായിട്ട് വണ്ടി കയറും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏപ്രിലേക്ക് ഇനീഷ്യലില്ല. അതായത് ടോപ്പിൻ്റെ നന്നായിട്ടുണ്ട്. അതായത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുതിച്ചമർത്തി പോകും. പക്ഷേ ഇനീഷ്യൽ ഭയങ്കര ലാഗാണ്. അതായത് ഒന്ന് എടുക്കുമ്പോൾ വണ്ടി ഒന്ന് വളരെ സ്ലോ ആയിട്ട് വണ്ടി കയറുള്ളൂ. അത് തീർക്കാനാണ് നമ്മൾ ഈ പ്രോഡക്റ്റ്സ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ഇറീഡിയൻ സ്പാർക്ക് പ്ലഗ് കൂടുതലുണ്ട്. ഡബിൾ ഇറീഡിയൻ സ്പാർക്ക് പ്ലഗിൻ്റെ ഒരു ഇത് എന്താ വെച്ചാൽ ഇഗ്നീഷൻ ലെവലും കൂടും, അതേപോലെ തന്നെ ഫ്യൂൽ എക്കണോമിയും കൂടും. അതായത് നിങ്ങൾക്ക് ഓവറോൾ പെർഫോമൻസും മാറും. അതോടൊപ്പം തന്നെ ഫ്യൂവലിൻ്റെ മൈലേജിൻ്റെ കാര്യത്തിലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഒരു കാര്യങ്ങൾ ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകുമെന്ന് മിക്ക പേരുടെയും സംശയം. അതായത് നമ്മുടെ അടുത്ത് കണക്ട് ചെയ്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ മേടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണവരുടെ മെയിൻ ഫസ്റ്റ് ഡൗട്ട് പറഞ്ഞാൽ മൈലേജ് ഡ്രോപ്പാണ്. സ്റ്റേജ് 1 മൈലേജ് ഡ്രോപ്പ് ഇല്ല. നമ്മളിപ്പോൾ സ്റ്റേജ് 2ക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. സ്റ്റേജ് 2 വരുമ്പോൾ നമ്മുടെ വാരിയേറ്റർ പ്ലേറ്റും കൂടിയും വരും. അത് നമ്മൾ ജനുവരി ഒക്കെ ആയിട്ട് സെയിൽസിനെ അമർത്തും, സെയിൽസിന് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നിന്ന് ധൈര്യമായിട്ട് എടുക്കാം. അതായത് 400 സെറ്റ്സാണ് നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊഡക്ഷൻ നമ്മൾ തീർക്കാറ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റ്സിന് മീൻസ് ഒരു ഡിഫീറ്റ് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ സാധനം റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ് റീപ്ലേസിൻ്റെ. എന്തായാലും റീപ്ലേസ് ചെയ്ത് തരും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സാധനം നല്ല കൺഫേം ആയിട്ട് പക്കയായിട്ട് എടുക്കാം. പിന്നെ മല്ലുമായിട്ട് ഞാനുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതാക്കാം. പിന്നെ നമ്മുടെ ടെർമോയിൽ റേസിംഗ് നമ്മുടെ ബ്രാൻഡ് ലോഗോ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള ഓരോ റോളേഴ്സിലും നമ്മുടെ ബ്രാൻഡ് ലോഗോ ഉണ്ടാവും ടെർമോയിൽ റേസിൻ്റെ. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എനിക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെർമോയിൽ റേസിങ്ങിൻ്റെ പേജിൽ വന്നിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ ടെർമോയിൽ റേസിങ്ങിൻ്റെ പേജിൽ വന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഐറ്റംസ് സെൻഡ് ചെയ്ത് തരണമായിരിക്കും. ഇനി എല്ലാം എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജിലോ ഏതിൽ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. 100% കൺഫേം തരാം. വണ്ടി ടോട്ടലി മാറും. അത് ടോട്ടലി പെർഫോമൻസ് മാറും. അതോടൊപ്പം കൂടിയിട്ട് നിങ്ങൾക്ക് മൈലേജ് ഡ്രോപ്പ് തീരെ ഉണ്ടാവില്ല. അത് 100% കൺഫേമാണ്. അപ്പോൾ വേണ്ടവർക്ക് എടുക്കുക. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മീൻസ് എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇതും ഉണ്ടാവില്ല. അതായത് എടുക്കണ്ടായിരുന്നു ഇത്രയും പൈസ കൊടുത്തിട്ട് എന്നുള്ളൊരു
കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് തരണമായിരിക്കും. അത് 100% വീണ്ടും ഞാൻ പറയണം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോസ്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമ്മൾ വരും. വീണ്ടും നല്ല വണ്ടികളും അല്ലെങ്കിൽ നല്ല ഇതേപോലെ ഇൻഫർമേഷൻസും കാര്യങ്ങളുമായിട്ട് ഇതേപോലുള്ള പ്രോഡക്റ്റ്സും കാര്യങ്ങളായിട്ട് നമ്മൾ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം സ്ക്വയർ. ബൈ ഗൈസ്.